വേദനകൾ സൗഖ്യമാക്കി. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന എല്ലാ ധ്യാനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുത്ത് വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള വലിയ ദൈവ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി എല്ലാ ക്രമീകരണങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഉടമ്പടിയിൽ ആവർത്തിച്ചു വലിയ ഇടപെടൽ ഉണ്ടായി മക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ അലർജി ഡിസീസ്. ആർട്ടിക് ഏരിയ തൊക്കെല്ലാം തൊലി ഇങ്ങനെ പൊടിഞ്ഞു വരണ എന്തോ രോഗം, സഹിക്കാൻ പറ്റാത്ത രോഗമാണ്. പക്ഷേ അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് മറന്നുപോയി. അവരുടെ വേറെ കുറേ പ്രോബ്ലംസ് ഉണ്ടായ കാരണം അവർ ത്വക്ക് രോഗത്തിന് അനുഭവിക്കുന്ന ഈ പ്രയാസം മറന്നുപോയതാണോ, ഇനി അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് എനിവേ അവരത് എഴുതിയില്ല. ലിയ കോഴിക്കോട് നമ്മൾ സാക്ഷി ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ സാക്ഷ്യങ്ങൾ മുഴുവനും നിലനിൽക്കുന്ന സാധനം ഐ ആം ഇൻ റിലേഷൻ വിത്ത് ജീസസ്. അതാണ് സാധനം. ഇപ്പോഴത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ലെവൽ കൂടിയിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ മുഴുവൻ അവർ പറഞ്ഞിങ്ങനെ വരുന്നത് മുഴുവൻ എന്താണ്, ഞാൻ കർത്താവുമായി ഒരു റിലേഷനിലാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇപ്പം നമുക്കറിയാവില്ലേ, ഇപ്പോൾ സങ്കീർത്തനം എടുത്തേ നമ്മളെപ്പോഴും എടുക്കുന്നതാണ്. ഓരോ പ്രഭാതത്തിൽ ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ സ്വരം ഇടിമുഴക്കം പോലും ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ കർത്താവേ, ജനങ്ങൾക്ക് അഭിഷേകം കൊടുക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ
ദൈവസ്നേഹം അനുഭവിക്കുന്ന കർത്താവേ, ദൈവസ്നേഹം അനുഭവിക്കുന്ന കർത്താവേ, അങ്ങേ നാഥൻ രക്ഷ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള ആദ്യമായ അഭിഷേകം നൽകുന്ന പ്രാർത്ഥന. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ കുറച്ച് നേരം ശാന്തമായിരിക്കണമെന്ന് പറയും, അല്ലേ? എന്താ കാര്യം വെച്ചാൽ വചനം വായിക്കുന്നത് കേൾക്കാനും വേണ്ടിയാണ്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. ഇത് കേൾക്കണം, ഇതാണ് ദൈവം സംസാരിക്കുന്നത്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്ന വചനം. നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നിങ്ങളും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കണം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹത്തോടെ ഒരു ദിവസം എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്ത അവസ്ഥ, വീട് ഇല്ലാത്ത അവസ്ഥ, കല്യാണം ഒക്കാത്ത അവസ്ഥ, മക്കൾ ഇല്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്താണ്? ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ സ്നേഹമാണ് കേട്ടോ. എന്താണ് കാര്യം? നമുക്കൊരു ചാലഞ്ച് തന്നിരിക്കുകയാണ്. ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ ഒരു വചനമുണ്ട്. എന്താണ്? മനസ്സിലായില്ലേ? ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. എന്താണ്? ഓരോ പ്രഭാതത്തിലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം പുതിയതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് പുതിയ സ്നേഹത്തിലാണ് വളരേണ്ടത്. കർത്താവിൻ്റെ വചനം, അതായത് ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്നറിയുക, ബൈബിള് ദൈവം ചോക്കായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം അധ്യാപകൻ ഒരു ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണ്? അധ്യാപകൻ ചോക്ക് കൊണ്ട് ഒരു ബോർഡ് എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണോ? ഇതുപോലൊരു പ്രശ്നമാണ് വചനത്തിലുള്ളത്. ഇൻസ്പിറേഷൻ്റെ പ്രശ്നം അതാണ്. എന്താണ് എഴുതണത്? ദൈവം ഈ അധ്യാപകൻ ഈ ചോക്ക് കൊണ്ട് എഴുതുകയല്ലേ. അപ്പം ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, ഇപ്പം പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നു, പൗലോസ് ചോക്ക് മാത്രമാണ്. അവിടുത്തെ അധ്യാപകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് അധ്യാപകൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ എടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം എഴുതിച്ച് മോസസിനെ കൊണ്ട് എഴുതിച്ചതാണ് അത്. അപ്പോൾ അവിടെ ചോക്ക് മോസസ് ആയിരുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടം ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടിയ ദൈവസ്നേഹം ഉള്ളവരെ കൊണ്ടാണ് ദൈവം ഇതൊക്കെ എഴുതിച്ചിരിക്കുന്നത്. പരമാവധി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചാണ് ഈ സംഭവം എഴുതിച്ചിരിക്കുന്നത്. പക്ഷേ എഴുതുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരണത്. കാര്യം അവർക്ക് പോലും അത് മനസ്സിലായി കാണത്തില്ല. ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പകുതി മുക്കാലും ദാവീദാ. അപ്പോൾ എഴുതുമ്പോൾ എന്താ പറയണത്?
ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറയണം. ഇപ്പം എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കെന്താണ് നമ്മളോട് പറയുന്ന വാക്ക്? അതുപോലെ ദൈവവൈദ്യരെ നീയും നിൻ്റെ ജീവിതവും ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹം പുതിയതായിരിക്കണം. ഒരു പുതിയ കോൺട്രിബ്യൂഷൻ എൻ്റെ ഉണ്ടാകണം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിനും തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി. എനിക്ക് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ യേശുവപ്പം തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 31 തീയതിയാണ്. എല്ലാവരെയും പോലെ ഒരു ഗവൺമെൻറ് ജോലി എനിക്കും ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗം വച്ചിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചു. പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ അമ്മ മാതാവിനൊരു അടയാളം ചോദിച്ചു, അമ്മ എനിക്കിത് കിട്ടുമോ? അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഒരു 25 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോഴേക്കും ഞാൻ 25 എന്ന് പറയുമ്പോൾ ഈ മാസത്തിലാണോ എന്നാണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, അമ്മ എനിക്കൊരടയാളം വ്യക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു ഡയറിയുടെ പുറത്ത് 25 എന്ന് എഴുതിയതാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി 2025 ആകുമ്പോഴേക്കും എനിക്ക് കിട്ടുമായിരിക്കും എന്ന്. അപ്പോഴേക്കും ഈ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുത്തു തുടങ്ങി. കുറേ ആയിട്ടും എനിക്ക് അതൊന്നും ആയില്ല. 2025 ആയപ്പോഴേക്കും എൻ്റെ റൊട്ടേഷന് വന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഒരു മെയിൽ വേക്കൻസിയാണ് വന്നത്. എൻ്റെ അടുത്ത ആളിന് പോയി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭയങ്കര വിഷമമായി. ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും പിടിയില്ല. അപ്പോഴേക്കും ഇനി ഇത്രയും അടുത്ത എൻ്റെ റൊട്ടേഷൻ വരണമെങ്കിൽ അത്രയും വേക്കൻസി വരണം. അപ്പം കിട്ടുമോ ഇല്ലയെന്ന് ഒരു പിടിയില്ലാത്ത ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അത്രയും വേക്കൻസി റിപ്പോർട്ടായി, എനിക്ക് കിട്ടി. ഞാൻ അപ്പോയിൻമെൻറ്റും പിടിച്ചാണ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് ഈ വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും 1000 കോടാനുകോടി നന്ദി. ഞാൻ വെച്ച മറ്റു നിയമങ്ങളെന്ന് പറയുന്നത്, എനിക്ക് കുളിക്കുമ്പോൾ ഒരു 5 വർഷത്തോളം കൊണ്ട് ഒരു മരണഭയം അനുഭവപ്പെടുമായിരുന്നു. അത് എന്തുകൊണ്ടെന്നാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കുളിക്കുമ്പോൾ അതൊരു ഭയമായിട്ട് തന്നെ എനിക്കത് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുളിക്കാനായിട്ട് ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് കൃപാസന ആൾത്താരുടെ ഫ്രണ്ടിൽ അമ്മ ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അതോടെ എനിക്ക് ആ ഭയം മാറി. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ ഭയം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പള്ളി അല്പം ദൂരെയായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി എന്നെ വിടുന്നത്, വിളിച്ചിട്ട് വരണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ലൈസൻസ് എടുത്തിട്ട് 8 വർഷമായില്ലേ, എനിക്ക് ഈ ഭയം ഒന്നൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് അമ്മയുടെ കാശ് രൂപമായിട്ട് ഞാൻ എല്ലാ ദിവസവും പോകും. ഇപ്പം ഞാൻ ഒരിക്കൽ യാതൊരു ഭയവും കൂടാതെ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾക്ക് രാവിലെ ഛർദിലുണ്ടാവും. എന്ത് കഴിച്ചാലും രാവിലെ ഛർദിക്കുമായിരുന്നു. അവൾ വെറും വയറോടുകൂടിയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവൾക്ക് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തേനും ഉപ്പും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടേ പുറത്തോട്ട് പോലും വിടാറുള്ളൂ. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവൾക്ക് ഏതൊരു പ്രശ്നങ്ങളും ഇല്ല. അവൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ പോണത്. അതുപോലെ അവളുടെ ചെവിയുടെ പുറകിലായിട്ട് മറുക് ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പം അതും പെൺകുഞ്ഞല്ലേ, അത് വൃത്തികേടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തേയില 2-3 ദിവസം ഞാൻ പുരട്ടിയതേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞത് നോക്കിയപ്പോഴേക്കും ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറിക്കിട്ടി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കാലിൽ നല്ല നീരുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. അത്
വീട്ടിൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും കണ്ടത്, പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഒരാഴ്ച കൊണ്ട് തന്നെ അതങ്ങ് പൂർണ്ണമായിട്ട് ഭേദമായി. അമ്മയ്ക്ക് നടക്കാനും കഴിഞ്ഞു. ആ 2022 ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. പിന്നെ എൻ്റെ അമ്മ, ഞാൻ ഈ എല്ലാ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ നിയോഗം വയ്ക്കുമായിരുന്നു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പം അമ്മ ഇങ്ങനെ സ്റ്റെപ്പിലൊന്നും ഒരിക്കൽ ഇങ്ങനെ മേളിലൊന്ന് താഴോട്ട് ഒരു പകുതിയോളം വീണു. പക്ഷെ അമ്മയ്ക്ക് ഏതൊരുവിധ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. അത് അമ്മയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും അമ്മ തന്നെയാണ് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിങ്ങനെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ 2 തവണ ജോസഫ് അച്ഛനെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. 2 തവണയും ജോസഫ് അച്ഛൻ എൻ്റെ വീട്ടിൽ ഭവന സന്ദർശനം നടത്തുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഒരിക്കൽ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത്. പോയിട്ട് പാത്രം തുറന്നിട്ട് അരിയുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എല്ലാം തിരക്കുന്നുണ്ടായിരുന്നു. അത് അമ്മ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല എന്ന് നോക്കാനായിട്ട് അച്ഛനെ വിട്ടതാണ്. ഞങ്ങളെ ഇന്ന് വരെയും അമ്മ പൊന്നുപോലെ തന്നെയാണ് നോക്കിക്കൊള്ളുന്നത്. പിന്നെ എൻ്റെ 2 മക്കൾക്കും അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പക്ഷേ അങ്ങനെ അച്ഛനെ വന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അച്ഛൻ എവിടെയെങ്കിലും വച്ച് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുമായിരുന്നല്ലോ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, അച്ഛൻ ഞങ്ങളെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വരുന്നു. എൻ്റെ 2 മക്കളെ ഇനി വാ മക്കളെ എന്ന് വിളിച്ച് 2 പേരെ തലയിലും കൈവച്ച് ബ്ലെസ് ചെയ്തു. അതെനിക്കൊരു വലിയൊരു നിധിയാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ് അമ്മ തന്നത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസത്തിലും ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ മറ്റുള്ളവരെ നിന്ന് കളക്ട് ചെയ്ത്, എൻ്റെ കൂടെ ഉടമ്പടി എടുത്ത കുറച്ച് പേര് വരും, ചേർന്നിട്ട് ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്ത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസത്തെ 300ഓളം പൊതി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് എന്ത് ആഹാരമാണ് ആവശ്യം, അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ്, അത് ഞങ്ങൾ നോക്കി ഞങ്ങൾ ഉടമ്പടി എടുത്തവരെ ചേർന്ന് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പിന്നെ ആർക്കെന്ത് സഹായം വേണമെന്നുണ്ടോ അതെല്ലാം ഞാൻ കണ്ടറിഞ്ഞ് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു രോഗിക്ക് പൈസ കളക്ട് ചെയ്ത് എന്നെ കൊണ്ടാവുന്നത് ഞാൻ ഇടാറുണ്ട്, ബാക്കി കളക്ട് ചെയ്ത് കൊണ്ടെത്തിക്കാറുണ്ട്. എല്ലാ മാസവും എപ്പോഴും രോഗികളെ പോയി സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അഖണ്ഡ ജപമാല എല്ലാ മാസവും ഒരു ദിവസം ഉടമ്പടി എടുത്ത ഒരാളുടെ ഭവനത്തിൽ വെച്ച് നടത്താറുണ്ട്. ഞങ്ങളെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു ജപമാല ഗ്രൂപ്പ് തുടങ്ങി, അതിൽ കുറേ മെമ്പർമാരെ ചേർത്ത് എല്ലാവരും പല പല നിയോഗങ്ങളാണ് അതിൽ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി ഓരോ ദിവസവും എത്രത്തോളം ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ജപമാല ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കൃപാസനം പത്രം തമിഴ് മലയാളം എല്ലാം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ് എവിടെയാണോ കിട്ടാത്ത സ്ഥലം അത് നോക്കി ഞാൻ മാക്സിമം കിട്ടാത്ത സ്ഥലങ്ങൾ നോക്കി കൊണ്ടെത്തിക്കാറുണ്ട്. ഈ തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്തോട്ട് പോയാലും അവിടെ വാങ്ങിക്കൊടുക്കും. പിന്നെ പലയിടത്തുനിന്നും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റീസ് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, അല്ല പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ജപമാല ചൊല്ലാൻ കൂടുതലായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടി ഉടമ്പടി എടുത്തതിലൂടെ. ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഉടമ്പടി എടുത്ത നാൾ ഉടമ്പടി എടുത്തതിന് ശേഷവും ഞാൻ ദിവ്യബലിയിൽ മുടക്കം വരുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം പോവാറില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2025 ജനുവരി 1 മുതൽ ഈ നിമിഷം വരെയും ഏതൊരു കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല. എന്ത് കാരണം ആയിക്കോട്ടെ, ദിവ്യബലി കഴിഞ്ഞിട്ട് ഞാൻ മറ്റെന്ത് കാര്യത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അതെനിക്ക് എൻ്റെ യേശുവപ്പം തന്ന വലിയ അനുഗ്രഹം തന്നെയാണ്. എത്ര പറഞ്ഞാലും എനിക്കത് മതിയാവുകയില്ല. കുടുംബ പ്രാർത്ഥനയായാലും ബൈബിൾ വായനയായാലും എല്ലാ കാര്യത്തിലും എൻ്റെ കർത്താവ് വലിയ അനുഗ്രഹം തന്നെയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് തന്നിട്ടുള്ളത്.
അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും എപ്പോഴും ഒന്നുമില്ല, എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടാറുണ്ട്. തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ അമ്മ മാതാവിൻ്റെ തിരുഹൃദയം, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം, ഈശോപ്പയുടെ തിരുഹൃദയം, റോസാപ്പൂവ്, പല പല രൂപങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അത് ഇപ്പോഴും കിട്ടാറുണ്ട്. അതും എനിക്ക് തരുന്ന വലിയ അനുഗ്രഹം തന്നെയാണ്. അമ്മ മാതാവും ഈശോപ്പയും എൻ്റെ ജീവിതത്തിൽ ചൊല്ലുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. എൻ്റെ മരണം വരെയും ഉടമ്പടി പാലിച്ച് തന്നെ ജീവിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിന്ദു സന്തോഷ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 29-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഇത് എൻ്റെ ഭർത്താവാണ് സന്തോഷ്. ചേട്ടന് തൊണ്ടയ്ക്കൊരടപ്പ് വന്നു. ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നെ ഉടമ്പടി എടുക്കാൻ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയാണ്. അവളാണ് എന്നോട് പറഞ്ഞത് ഈ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ എടി ഞാൻ കൂടെ വരാം, നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞത്. അവളും ഞാനും കൂടി വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് നടക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. തൊണ്ടയിലായതുകൊണ്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ല, ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാൻഡ് സഹിതം എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഞാൻ അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അമ്മയുടെ വിശുദ്ധ തൈലം പുരട്ടി ഒരു 15 റേഡിയേഷൻ മാത്രം ചെയ്തുകൊണ്ട് ആ അസുഖം അമ്മ മാറ്റി തന്നു. ഫോളോ അപ്പിൽ ഇരുന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഫോളോ അപ്പിലിരിക്കെ വീണ്ടും ആ തടിപ്പ് അവിടെ കാണുകയും ഡോക്ടർമാർ പറഞ്ഞു അത് വീണ്ടും വന്നതാണ്, അത് നമ്മൾക്ക് തൊണ്ടയിൽ അത് ഗ്ലാൻഡ് എടുത്ത് കളയാം, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, തൊണ്ടയ്ക്ക് ദ്വാരം ഇടണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച, അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെക്കാനുള്ള ഇട വരുത്തരുത്, അമ്മ അത് പൂർണ്ണമായി മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ബയോപ്സിക്ക് അഡ്മിറ്റായി. ബയോപ്സിക്ക് എടുത്തു. പരിശോധനാഫലം നെഗറ്റീവായിട്ട് വന്നു. ഡോക്ടർമാർക്ക് വീണ്ടും സംശയം വന്നിട്ട് അവർ 2 പ്രാവശ്യം കൂടി അത് വീണ്ടും ഞങ്ങളെക്കൊണ്ട് ബയോപ്സിക്ക് എടുത്ത് ചെയ്യിപ്പിച്ചു. 2 പ്രാവശ്യവും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിലും ആ തടിപ്പ് അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. അത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അത് എടുത്ത് കളയണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഞാൻ അമ്മയോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച, അമ്മയെ ഒരു കാരണവശാലും അങ്ങനെ തൊണ്ടയിൽ ആ ഗ്ലാൻഡ് എടുത്ത് കളയാനുള്ള ഇട വരുത്തരുത്, വന്നാൽ സംസാരിക്കാൻ ജീവിതത്തിൽ പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ബയോപ്സിക്ക് കയറ്റിയ സമയത്ത് ഡോക്ടർ തലേദിവസവും പറഞ്ഞത് ആ തടിപ്പ് അവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. തിയേറ്ററിൽ അനസ്തീഷ്യ കൊടുത്ത് നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറ്റി ഡോക്ടർ നോക്കുമ്പോൾ ആ തടിപ്പ് അവിടെ കാണുന്നില്ല. ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു അതൊരു ഭയങ്കര അത്ഭുതമായി പോയി, നമ്മൾ ഇന്നലെ തലേദിവസം നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അത് ഭയങ്കര അത്ഭുതമായി പോയി എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി. പിന്നെ ഞാൻ രണ്ടാമതായി എൻ്റെ നിയോഗത്തിൽ വെച്ചത് എൻ്റെ തൊണ്ടയിൽ 3 വർഷമായിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര അടപ്പാണ്. ഡോക്ടറെ കൊണ്ട് കാണിച്ചു, എന്തോ തടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക. എനിക്ക് ആശുപത്രിയിൽ പോകാൻ പേടിയാണ്. ഈ അസുഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നാണെന്നറിയത്തില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്നു മുതൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അധികം ഒരാഴ്ച പോലും ആയില്ല, അതിന് മുന്നേ എൻ്റെ ആ തൊണ്ടയുടെ തടച്ചിൽ അമ്മ പൂർണ്ണമായും മാറ്റി തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി. പിന്നെ എൻ്റെ ഈ ചേട്ടൻ്റെ കാലിൻ്റെ വലതു മുട്ടിൻ്റെ താഴെ ഒരു മുഴ പോലെ, അത് ഒരു വർഷങ്ങളായിട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ അസുഖമാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ എന്നോട് പറയാതിരിക്കുമായിരുന്നു. എങ്കിലും ഒരു ദിവസം പറഞ്ഞേടി എൻ്റെ കാലിൻ്റെ ഇവിടെ എന്തോ ഒരു മുഴ പോലെ കാണുന്നുണ്ട്, അത് എന്നതാണെന്ന് അറിയത്തില്ല. നമുക്ക് ആശുപത്രി പോയി പറയാനും പേടിയായി, ഈ അസുഖം കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ മാതാവ് നമുക്ക് മാറ്റി തരുമെന്ന് പറഞ്ഞ് തൈലം തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് പോവുകയാണ്. ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് മുഴ അവിടുന്ന് പൊട്ടിപ്പോയി, അതിനകത്തുനിന്ന് പഴുപ്പും ഇതുമായിട്ട് മാറി, ഇപ്പം അമ്മോടെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. പിന്നെ അതുപോലെ ഒത്തിരി നിയോഗത്തിലുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ പണിയുന്ന സ്ഥലത്ത് ഞാനും ഇപ്പം ഞങ്ങൾ മുന്നേ സാക്ഷ്യം പറഞ്ഞവരും ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്.
അവിടെയുള്ളവർക്ക് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും നേർച്ച വസ്തുക്കൾ കാശ് രൂപവും ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അമ്മയെക്കുറിച്ചും ഈശോപ്പയെക്കുറിച്ചും തന്നെ സംസാരിക്കാനും കൂടിയിരുന്ന് ധ്യാനം കേൾക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ മാസത്തിലൊരു തവണ അനാഥാലയത്തിൽ ചോറ് കൊടുക്കാനും ആശുപത്രിയിൽ കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഞങ്ങൾ എവിടുന്നെങ്കിലും വായ്പ മേടിച്ചാണെങ്കിൽ പോലും അവരെ കൊണ്ട് സഹായിക്കാനുള്ളതിന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ കുടുംബത്തിലാണേലും എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട്. ഇനി എനിക്ക് എന്നതെങ്കിലും ദേഷ്യമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നെങ്കിൽ പോലും മിണ്ടാതിരിക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും 1000 കോടി നന്ദി.